അധ്യായം 4 5 വാക്യങ്ങൾ വായിക്കാം. Joshua 3 verse 4 and 5. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പ് പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. Yet there shall be a space between you and it, about 2000 cubits by measure. Do not come near it, that you may know the way by which you must go, for you have not passed this way before. And Joshua said to the people, sanctify yourselves, for tomorrow the Lord will do wonders among you. ഞാൻ ദൈവത്തെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. Thank God for the word that we heard. പലരും ഈ ഭാഗം പലർക്കും സുപരിചിതമായ വേദവാക്യമാണ്. This verse is familiar to each one of us. യോശുവ 40 വർഷത്തെ നീണ്ട മരുഭൂ യാത്രയുടെ അന്ത്യത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരികയാണ്. The children of Israel are coming to the close of their 40 years of wilderness journey. 40 വർഷമായിട്ട് നടപ്പ് തുടങ്ങിയതാണ്. They have been walking for 40 years. പക്ഷെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. But their shoes did not wear out. വസ്ത്രങ്ങൾ പഴകി പോയില്ല. Their clothes did not become old. കർത്താവ് എല്ലാ ദിവസവും അവർക്ക് വേണ്ടുന്നത് കൊടുത്തു. And God gave them each day what they needed. അനേക പ്രതികൂലങ്ങളോടെ ദൈവമക്കൾ കടന്നുപോയി. They went through many trials. അതിനുശേഷം അവർ ചിന്തിച്ചിരിക്കുകയായിരുന്നു, എന്ന് കർത്താവേ ഞങ്ങൾ ഈ വാഗ്ദത്ത ദേശം ഞങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഞങ്ങൾ കാണും. They were asking the Lord, when will we get receive the promise that God has fulfilled? ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും അനേക പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ തകർന്നു പോകാമെന്ന മനസ്സിൽ അനേകർ മരുഭൂമിയിൽ പെട്ടുപോയി. From the time that they came out of Egypt, they went through many problems and trials, and many were destroyed. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ അവസ്ഥയിലാണെങ്കിൽ, those who are hearing might be in a similar situation. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ കാത്ത് ഇരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. We have been waiting for a lot of answers. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാതിരിക്കുമ്പോൾ, when there is a delay in getting answers, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ ഈ വിഷയത്തിന്റെ മേൽ എങ്ങനെ ഒരു വിടുതൽ വരും? You might be wondering, how will my answer come? പക്ഷേ അവിടെ യോശുവയോട് ദൈവം പറഞ്ഞു. But God is telling Joshua. സമയമായപ്പോൾ ദൈവം അവിടെ കടന്നു വന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. The right time God's voice was revealed. നമ്മളിപ്പോൾ പാടിയതും പ്രാർത്ഥിച്ചൊക്കെ ഏകദേശം അതുമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. Through the worship we were hearing what the Holy Spirit wants to speak to us. അത് 40 വർഷത്തിന് ശേഷം, after 40 years, യോശുവയുടെ ദൈവം ഇടപെട്ടു. God told Joshua, യോശുവയെ ജനത്തെ നീ ഒരുക്കുക. prepare the hearts, prepare the people. 3 ദിവസത്തിന് ശേഷം നിങ്ങൾ വാഗ്ദത്തം കാണുവാൻ പോവുകയാണ്. After 3 days journey you are going to enter the promised land. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തം അല്ലെങ്കിൽ ജീവിതത്തിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾ സംഭവിക്കുന്നില്ല, ശത്രു അടച്ചു കളഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അറിയുന്നില്ല ഏതുവഴി പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, anyone who's hearing you might be thinking, why my promises are not getting fulfilled. പലതും ചെയ്തു, ഇനി ചെയ്യുവാൻ ഒന്നുമില്ല. I have done all that needs been done, nothing else is left. അവിടത്തേക്ക് വേണ്ടി ഞാൻ വേല ചെയ്തു, അവിടത്തേക്ക് വേണ്ടി എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാനെല്ലാം ഞാൻ ചെയ്തു. I have worked for you, I have done all that I could do for you. നല്ല പ്രവൃത്തികളെല്ലാം ചെയ്തു. I did all the good works that I could do. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. I did my very best, I prayed. പക്ഷേ ഇതുവരെയും കർത്താവേ ഇത് ഒരു അതിന്റെ മേൽ വിടുതൽ വന്നിട്ടില്ല. But there has not been an answer in my prayer. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വിഷയം ഒരുപക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം പറയുന്നത്. If we have forgotten this, I want to remind you again. അവിടെ യോശുവ ജനത്തോട് പറഞ്ഞു, Joshua is telling the people, നിങ്ങൾക്കും അതിനുവേണ്ടി 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. There should be a space between you and it, about 2000 cubits by measure. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാം. We know what is that it. നിയമപെട്ടകമാണ്. It is the Ark of the Covenant. അപ്പോൾ നിയമപെട്ടകമാണ് മുമ്പേ പോകേണ്ടത്. So the Ark of the Covenant should go in front. നമ്മുടെ ജീവിതത്തിലെ വിടുതൽ നടക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം പോകണം. So if there has to be a deliverance in our life, the presence of God has to go before us. മോശ ദൈവത്തോട് ചോദിച്ചു. Moses asked God. പുറപ്പാട് പുസ്തകം 33 മോശ ചോദിച്ചു, Exodus 33. കർത്താവേ എനിക്ക് വഴി കാണിച്ചു തരണമേ. Exodus 33, Moses is asking God, show me the way. പക്ഷേ ദൈവം മോശയ്ക്ക് വഴി മനസ്സിലായില്ല. Moses did not understand the way. ഞാൻ വിശ്വസിക്കുന്നു യോശുവയുടെ സമയമായപ്പോൾ ദൈവം വഴി പറഞ്ഞു കൊടുത്തു. At the time
time of Joshua, God showed the way. ദൈവം പറഞ്ഞു 3 ദിവസം നിങ്ങളുടെ വഴി വെളിപ്പെടാൻ പോവുകയാണ്. God said in 3 days time your way is going to be revealed. ഒരുപക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ ഒരു വഴി ഈ ദിവസങ്ങൾ തുറക്കാൻ പോവുകയായിരിക്കാം. Those who are hearing now, can you receive it in faith that God is going to open a way? ഇല്ലെങ്കിൽ വഴി തുറക്കണമെങ്കിൽ ആ ദിവസങ്ങളിൽ ആ വഴി എനിക്കറിയാം, പക്ഷേ അതിനകത്ത് ചില പ്രതികൂലങ്ങൾ നിൽക്കുന്നു. Maybe you know the way, but there are some trials in front. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എനിക്ക് വേണ്ടി സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. That is why Paul is saying a great and effective door has been opened for me. പക്ഷേ എതിരുകൾ പലതുമുണ്ട്. But there are many adversaries. അതിനെ ജയമെടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല. I am not able to take victory over that. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ അതിന്റെ മേലൊരു വഴിയുണ്ട്, അതിന്റെ മേലൊരു സൊല്യൂഷൻ ഉണ്ട്. If you are hearing now, there is a solution to that. അവിടെ പറയുന്നത് 2000 മുഴം അകലത്തിൽ നിങ്ങൾ നടക്കണം. It says you should walk in a 2000 cubit distance. ആ നിയമപ്പെട്ടകത്തെ തൊടുവാൻ പുരോഹിതന് മാത്രമേ സാധിക്കുകയുള്ളൂ. Only the priests were allowed to touch that ark of the covenant. അപ്പോൾ ആ നിയമപ്പെട്ടകത്തിനുള്ള കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ കെരൂബുകൾ അവിടെ ആയിരിക്കുന്ന നിയമപ്പെട്ടകത്തിന്റെ മധ്യയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഏറ്റവും ശക്തമായി അത് വെളിപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കുന്നുണ്ടല്ലോ. We know that God dwells in the mercy seat that was between the cherubim. അങ്ങോട്ട് നമുക്ക് ഇന്ന് ധൈര്യസമേതം ദൈവസന്നിധിയിലേക്ക് ഓടി വരുവാൻ നമ്മൾ പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന ഭക്തന്മാർക്ക് കഴിയും. Today we can come boldly to the throne of grace. അവിടെ അപ്പോൾ നിങ്ങൾ പോകേണ്ടുന്ന വഴിയെ നിങ്ങൾ അറിയും. Then he's saying you will know the way forward. മേഘസ്തംഭം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. The pillar of cloud started moving forward. അവർ ഇതുവരെ പോകാത്ത ചില വഴികളുടെ ദൈവം നടത്തുകയാണ്. And God is leading them in ways which they have never gone before. പക്ഷേ യോശുവ ജനത്തോട് പറഞ്ഞു, Joshua is telling the people, നിങ്ങളുടെ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുക. He's telling the people go forward in faith. നിങ്ങൾക്ക് ഇതുവരെ പോകാത്ത ചില വഴികളോടെ ഞാൻ നിങ്ങൾ നടത്തുവാൻ പോവുകയാണ്. I'm going to lead you in ways you have never gone before. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. But before that you should do one thing. നിങ്ങൾ ജോഷുവയോട് ദൈവം പറഞ്ഞു ജനത്തെ നീ ശുദ്ധീകരിക്കണം. You should sanctify the people. ജനത്തെ നീ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അതിന്റെ മധ്യ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. If you sanctify the people, God will do wonders among you. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, If you are also waiting for a miracle, ഇന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. You are worshiping a God who does miracles. Amen. അപ്പോൾ യോശുവ നമുക്കറിയാം യേശുവിനെ പറ്റി അത്ഭുത മന്ത്രി എന്നാണ് കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. Jesus is called the wonderful counselor. അവിടെ യോശുവ ജനത്തെ ശുദ്ധീകരിക്കാൻ തുടങ്ങി. And Joshua started sanctifying the people. കാരണം ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, because if there has to be a miracle, അവിടെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും വെളിപ്പെടണം. God's power and presence has to be revealed. ഇന്ന് നിങ്ങൾ ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, if you are waiting for a miracle today, അതിനകത്തൊരു ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അതിന്റെ പേര് അത്ഭുതം നടക്കുകയുള്ളൂ. Only if God's power and presence is revealed, a miracle will take place. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ, if God's power has to be revealed, സാധാരണ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരുപക്ഷേ അതിന്റെ ആവശ്യമില്ല. if ordinary things has to take place, there is no need. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ, if extraordinary things have to take place, ശത്രുവിന്റെ ശക്തമായ ശത്രു നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ തുറകളിൽ ചിലതിനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ആർക്കും തുറക്കുവാൻ കഴിയാത്ത തലങ്ങളിലുള്ള ശക്തമേറിയ ഖരം അതിന്റെ മേലുണ്ടെങ്കിൽ, the enemy has closed the ways forward for us, and we have to go forward. അവിടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു അത്ഭുത വിടുതൽ നടക്കത്തുള്ളൂ. Only if God's power and presence is revealed, there is going to be a miraculous way forward. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. So there is one thing that God is telling the people. ലേവ്യ പുസ്തകം 20-ാം അധ്യായം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും. ദൈവം പറയുകയാണ് 20-26 വായിക്കുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകുകൊണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിന്റെ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ ദൈവം വിശുദ്ധനാണെന്നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം പരിശുദ്ധനാണ്. In Leviticus it is said, because God is holy, we should be holy. ആമേൻ. അപ്പോൾ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. We should be holy. അപ്പോൾ നിങ്ങൾ എനിക്കുള്ളവരായി തീരേണ്ടതിന്, because you have to be my people, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. I'm separating you from the Gentiles. അവിടെ ലേവ്യ പുസ്തകത്തിൽ പലയിടങ്ങളിലായി ദൈവത്തിന്റെ വിശുദ്ധിയെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകും. In the book of Leviticus we come across the holiness of God. ആമേൻ. അവിടെ പ്രത്യേകിച്ച് ചില മൃഗങ്ങളെ വിശുദ്ധീകരിച്ച ചില മൃഗങ്ങളെ ഭക്ഷണകാര്യത്തിൽ പോയി വിശുദ്ധീകരണം അവിടെ പറയുന്നുണ്ട്.
Even in the matter of eating, it talks about clean and unclean animals. ആമേൻ. അതല്ലാത്തവന് സഭ അവിടെ ഛേദിച്ചു കളയാൻ പറയുകയാണ്. And those who don't keep it, they have to be separated. അപ്പനെ അമ്മയെ ശപിക്കുന്നവനെ മരണശിക്ഷ പോലും പറയുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. It is said that those who curse their father or mother is worthy of death. അങ്ങനെ പല കാര്യങ്ങൾ മരണശിക്ഷ പലതിനും പറയുന്നുണ്ട്. So there are many things that are worthy of death. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ ഒത്തിരി പേര് മരിച്ചു പോയത്. If it was today, many would have died. ആമേൻ. അപ്പോൾ ഈ ദേവീയ പുസ്തകം ഇസ്രായേലിന് വേണ്ടിയാണ് എഴുതിയത്. This book of Leviticus was written for the children of Israel. പക്ഷേ ഇന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തുകൊണ്ട്, But because Jesus has redeemed us, ആ കൃപയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടും, because we are in this grace, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. it is because we are in the grace of God that we are not destroyed. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തോട് അടുക്കുവാൻ ചിലർക്ക് സാധിച്ചില്ല. In the Old Testament, the people could not draw near to God. അത് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. We read that in Hebrews. അപ്പോൾ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ അകന്നു നിൽക്കുന്ന ഒരു ജനം. So the people were not able to draw near to the presence of God. They were standing far off. ഞാനിത് പറയുന്ന കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവിക വിശുദ്ധിയെയും പരിശുദ്ധിയെയും പറ്റി അല്പം ഒന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്റെ കാതലായുള്ള കാര്യത്തിലേക്ക് കടന്നുവരാൻ സാധിക്കുള്ളൂ. So only if we talk about the holiness of God can we understand this message. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ കുറച്ചാണ് കേൾക്കുന്നത്. We don't hear much messages like this. അത് എക്സോഡസ് പുറപ്പാട് പുസ്തകം 20 അവിടെ കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ, So when God gave Moses the 10 commandments in the stone tablets, അവിടെ ഹോറേബ് പർവ്വതം എങ്ങനെയായിരുന്നു എന്ന് ഹെബ്രായക്കാർക്ക് അത് ലേഖനം അതിന് 12-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കാണുന്നു. Hebrews 12:18 shows how it was in the mount. അവിടെ ആ പർവ്വതം മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കിലേക്കല്ല വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമാണെങ്കിൽ പോലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലുക. For you have not come to the mountain that may be touched and that burned with fire, and to blackness and darkness and tempest, and to the sound of a trumpet and the voice of words, so that those who heard it begged that the word should not be spoken to them any more, for they could not endure what was commanded. And if so much as a beast touches the mountain, it shall be stoned or shot with an arrow. അപ്പോൾ വിശുദ്ധ പർവ്വതത്തിന് അടുക്കിലേക്ക് അതിന്റെ അനന്തമാറി ചില അനേക ഒരുപക്ഷെ ദൂരങ്ങൾ മാറി നിന്നുകൊണ്ട് ആ കത്തുന്ന പർവ്വതത്തെ നോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിശുദ്ധിയും കണ്ട് ഭയപ്പെട്ട് വിറച്ചിരിക്കുന്ന ഒരു ജനം. So the people were standing far away from that blazing mountain and they were afraid to come near God. അപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ കടന്നു വരാൻ സാധിക്കുന്നില്ല. They could not draw near to God. ദൈവം പറഞ്ഞു, നിങ്ങൾ ജാതികളിൽ നിന്ന് വേർപെട്ടിരിക്കണം. God told them you have to be separated from the Gentiles. അപ്പോൾ അത് നിങ്ങൾ വിശുദ്ധ ജനമായതുകൊണ്ട്, because you are a holy people. അപ്പോൾ ആ ജനത്തിന് വേണ്ടിയാണ് ദൈവം ചെങ്കടലിനെ പിളർന്നത്. It is for those people that God parted the Red Sea. അതിനെ നടത്തിയ മോശ ആരാണെന്ന് നമുക്കറിയാം. We know who Moses was. അപ്പോൾ ആ അഭിഷേകം നടത്തി അങ്ങനെ അനേക അത്ഭുതങ്ങൾ അവിടെ മധ്യേ ചെയ്തു. And God did many miracles through the hand of Moses. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നും കർത്താവ് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്? How many of you believe that we have that same God who still works miracles? 2020 അത്ഭുതം തീർന്നു പോയിട്ടില്ല. Even in 2020 miracles have not ended. 2020 അത്ഭുതങ്ങൾ അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല. Miracles and signs have not stopped even in 2020. അത് തീർന്നു പോയെന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം. People might say that miracles have ended. ആമേൻ. എന്നാൽ വിശ്വാസമുള്ള ഇതേ എടുത്തുകൊണ്ട് പറയണം, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം എന്റെ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും. But if you have faith, can you say God is able to perform a miracle in my life? ആമേൻ. ഇന്ന് ധൈര്യസമേതം നമുക്ക് ഭയപ്പെടാതെ അടുത്തു വരാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ആമേൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ കഴിയുന്നത് ആമേൻ നമുക്ക് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ്. It is because Jesus shed his blood for us that we can come boldly to the presence of God. ആമേൻ. ആ പുണ്യ ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പുണ്യ രക്തമുണ്ട്. It is that blood that speaks better things than the blood of Abel. എബ്രായ 12:22 വായിച്ചാൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. We read that in Hebrews 12:24. ആമേൻ. കാളക്കൂറ്റിന്റെ കുറുപ്രാവിന്റെ രക്തമല്ല നമുക്ക് വേണ്ടി ആമേൻ ചൊരിഞ്ഞത് യേശുക്രിസ്തു സ്വന്തം രക്തമാണ്, പരിശുദ്ധമായ രക്തമാണ് അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. Jesus did not shed the blood of bulls and goats, but his own precious blood without blemish or spot. അതുകൊണ്ട് ഇന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഓടി വരാം. So we don't have to stay far away from God, but we can come boldly to God. അത് മാത്രമല്ല, നമുക്ക് അപ്പാ എന്ന് വിളിക്കാനുള്ള അധികാരം ദൈവം തന്നു. Not only that, God has given us the privilege to call him Abba Father. അപ്പോൾ ഇന്ന് കഥാവ് നമുക്ക് ഈ നിയമപ്പെട്ടകം ചുമക്കുന്നത് പുരോഹിതന്മാർ മാത്രമാണെങ്കിൽ,
So if before the Ark of the Covenant was only to be carried by the priests. So അവിടെ പറയുന്ന നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ നടന്നു പോകാൻ മുമ്പേ നടക്കാൻ തുടങ്ങി. So it is said that the Ark of the Covenant was carried by the priests on the shoulders. They went first. അത്ഭുതം നടക്കണമെങ്കിൽ, if a miracle has to take place, ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും മുൻപേയായി പോകണം. If a miracle has to take place in your life, God's presence has to go before us. നിയമപ്പെട്ടകം ചുമക്കേണ്ടത് പുരോഹിതൻ മാത്രമാണ്. Only the priests are supposed to carry the Ark of the Covenant. വിശുദ്ധിയുള്ള കരങ്ങളുള്ളവന് മാത്രമേ നിയമപ്പെട്ടകം ചുമക്കുവാൻ കഴിയത്തുള്ളൂ. Only those who have holy hands can carry that ark. ദൈവിക പ്രമാണങ്ങൾ, ദൈവം പറയുന്നത് അനുസരിച്ചുള്ള ചട്ടങ്ങൾ, അതിന്റെ പ്രമാണവും അവൻ അനുസരിച്ചുകൊണ്ട് അത് വേണ്ട വിധത്തിലുള്ള വിശുദ്ധീകരണം ചെയ്തിട്ട് മാത്രമേ പെട്ടകത്തെ ഒന്ന് തൊടാൻ പോലും പറ്റത്തുള്ളൂ. So only if they cleanse themselves and sanctify themselves can they carry the ark. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. It is there that the miracles take place. അല്ലാതെ ചുമ്മാ പാട്ടുപാടിയാലൊന്നും അത്ഭുതം വരത്തില്ല. But if we just sing and worship, miracles won't take place. ഒരു അന്യഭാഷ പോലെ പറഞ്ഞാലൊന്നും അത്ഭുതം നടക്കുന്നില്ല. Even if you pray in tongues, miracles can't take place. വില കൊടുക്കാൻ തയ്യാറാകുന്ന ജീവിതത്തിൽ എന്നും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So we are willing to pay the cost. God is going to do a miracle in your life. ആമേൻ. ദൈവം തന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. God will surely do His work in our life. നിയമപ്പെട്ടകം മുന്നോട്ട് പോകുമ്പോൾ അത് കാണിക്കുന്നത്, അത് ചുമക്കുന്നത് പുരോഹിതന്റെ ചുമലിലാണ് ഇരിക്കേണ്ടത്. That the Ark of the Covenant should be carried on the priest's shoulders. അപ്പോൾ ആ പെട്ടകത്തിന്റെ മധ്യേ അത് കാണിക്കുന്ന മുഴുവൻ കഥാവായ യേശുക്രിസ്തുവിനെയാണ്. It shows Jesus Christ. ആ പെട്ടകത്തിന്റെ മധ്യേ ഇറങ്ങുന്ന സാന്നിധ്യം യേശുവായിരുന്നു. That the presence of God which came down in that Ark of the Covenant was the presence of God itself. യോശുവ എന്ന വ്യക്തി പോലും കാണിക്കുന്ന പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെയാണ്. Joshua stands for Jesus Christ. യേശുവിന് മറ്റൊരു പേരാണ് യോശുവ. Jesus is another name. Another name is Joshua. God is salvation. Joshua means God is salvation. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാണ് യേശുക്രിസ്തുവായിരുന്നു. Jesus was the lamb who was slain for us. മഹാപുരോഹിതൻ യേശുവായിരുന്നു. The high priest was Jesus. നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും മുഴുവൻ യേശുവാ. Whatever you look at in the Old Testament, that all points out to Jesus. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അത് ചുമക്കുന്ന ലേവ്യ പുരോഹിതന്മാരെ പോലെ പുരോഹിതന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. But the priests, the holy priests who are carrying the ark, God has made us. He has called us also to be holy priests. ദൂരസ്ഥരായ നിങ്ങളെ സമീപസ്ഥരാക്കി ദൈവസന്നിധിയിൽ അടുപ്പിച്ച ദൈവം യേശുവാണ്. We who are far off, God has drawn us near to through the blood of Jesus. സ്വർഗ്ഗത്തിലെ പിതാവ് നമ്മളുടെ ശബ്ദത്തിന്റെ നടുച്ചുവർ തന്റെ ശരീരമാകുന്ന ശരീരം ഏൽപ്പിച്ചു കൊടുത്ത് ഇടിച്ചു കളഞ്ഞിട്ട് നമ്മളെ ദൈവത്തിലേക്ക് ചേർത്തത് യേശുക്രിസ്തുവായിരുന്നു. Jesus has broken down that middle wall of separation by bruising Himself for us. ആമേൻ. യേശുവിന്റെ ശരീരം എന്ന തിരശ്ശീലയിൽ കൂടി through the veil that is His flesh. എബ്രായർ 10:19 പറഞ്ഞു അവൻ തിരശ്ശീല യേശുവായിരുന്നു. That veil was Jesus. ആമേൻ. Look at anything in the temple. ലോകത്തിന്റെ ആലയത്തിലേക്ക് നോക്കിയാൽ എല്ലാം യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. Everything in the Old Testament temple points out to Jesus. ആ തിരശ്ശീല വലിച്ചുകീറി നമ്മുടെ ശരീരമാകുന്ന തിരശ്ശീല വലിച്ചുകീറി അവനൊരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു. If that veil was torn, Jesus tore His flesh and opened a new way for us. ആമേൻ. അപ്പോൾ ഇനി നമ്മുടെ രക്തത്തളിയുടെ ആവശ്യമില്ല. So we don't need the sprinkling of blood. ശുദ്ധമുള്ള ശരീരം കഴുകപ്പെട്ടവരായി. With the washing of water. എബ്രായർ 10:19. Hebrews 10 and verse 12. ആണ് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുണ്ട്. With a true conscience. പൂർണ്ണ പരമാർത്ഥ ഹൃദയത്തോടെ. Can draw near with a true heart. അങ്ങനെ ഇത് ദൈവസന്നിധിയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് അടുത്തു വരുവാനുള്ള കൃപയും ധൈര്യവും ആമേൻ പ്രവേശനവും തന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമാണ്. It is through the blood of Jesus that we can draw near with a true heart and full assurance of faith. വെറുതെ യേശു നിങ്ങളെ വിളിച്ചത്. No wonder God called you. അന്ധകാരത്തിൽ കിടന്ന എന്നെയും പാപത്തിന്റെ ജലക്കൊണ്ടിരിക്കുന്ന എന്നെയും ഹല്ലേലൂയ ഒരു പ്രത്യാശയില്ലാത്ത പലരെയും യേശുക്രിസ്തു തന്റെ സന്നിധിയിലേക്ക് വലിച്ചടിപ്പിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെ ഒരു ലേവ്യ പുരോഹിതനാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. The reason why God called us who are in darkness, who are in a miry clay, God cleansed us and drew us near so that we could be priests, holy priests to God. 1 പത്രോസ് 2-ാം അധ്യായം 1-2 അധ്യായങ്ങളുടെ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കിയാൽ മതി, പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. We read about that in 1 Peter 2. അതിന്റെ 9-ാം വാക്യം പറയുകയാണ്. 1 Peter 2:9 says. ആമേൻ. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. God has chosen you. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. God has called you out of darkness into marvelous light. സൽഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ വേണ്ടി. Proclaim His praises. നിങ്ങൾ ഒരു ജാതിയാണ്.
You are a people. നിങ്ങൾ രാജാക്കന്മാർ, രാജകീയ പൗരോഹിത്യ വർഗമാണ്. You are a royal priesthood, a holy nation. അതിന്റെ കൂടെ ചേർത്ത് ഒരു വാക്യം കൂടെ ഉണ്ട്. And there is one more phrase. നിങ്ങൾ ഒരു വിശുദ്ധ വംശമാണ്. You are a holy nation. ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. God's own special people. എത്രയോ ഉന്നതമായ വിളിയിലേക്കാണ് ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. God has given us such a great calling. ഇതാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയുള്ള ഗുണങ്ങളിൽ ഒന്ന്. So that is the blessedness of knowing the Lord. ഇനിയും വേണമെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. There are many more things. സമയം പോരാ. But time is not enough. പക്ഷേ ഇത് മതി. But this is enough. കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ഇത് മതി. But if you have to surrender your life to God, so much knowledge is enough. അതുകൊണ്ട് ഹെബ്രായർക്കാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ ആകാശമണ്ഡലത്തിൽ കടന്നുപോയ മഹാപുരോഹിതനുണ്ട്. In Hebrews 4 says there is a priest who has gone through the heavens. ആമേൻ. ആ യേശു നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായി തീർന്നു. Even he was tempted as we are. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ വീണുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. So he is the high priest, he who was tempted like us, and even if we fail, he can sympathize with our തെറ്റ് weakness. ചെയ്തുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി കേവലം ഒരു മനുഷ്യനായി തീർന്നതാണ്. If we have sinned, we can come to the high priest because he was also a man like us. He was similarly tempted. നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. He has gone through similar temptations. His name is Jesus. അതുകൊണ്ട് ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക്, So we can come boldly to that throne of grace. കൃപാസനത്തിന്റെ അടുക്കിലേക്ക്. So let us therefore come boldly to the throne of grace. ഈ കൃപാസനമാണ് നമ്മളിപ്പോൾ കണ്ട പെട്ടകം. That throne of grace is a mercy seat. ഇത് ചുമക്കണ്ട, ഇത് ദൈവം നമ്മളെ ചുമക്കാൻ നമ്മളെ ആക്കി തീർത്ത്, ദൈവം നമ്മളെ പുതിയ നിയമത്തിൽ ആ പുരോഹിതന്മാരാക്കി ആ സ്തോത്ര കൃപാസനത്തിന് അടുക്കൽ തന്നെയാണ് ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. God has drawn us near to that throne of grace. അതുകൊണ്ട് അത്ഭുതത്തിന് വേണ്ടി കൃപാസന കരങ്ങൾ എടുക്കണ്ട കേട്ടോ. So for a miracle we don't have to take that throne. നിങ്ങളുടെ ശരീരം തന്നെ ഒരു വിശുദ്ധ മന്ദിരമാണ്. Our body is a temple of the Holy Spirit. അതിനകത്ത് ദൈവം വസിക്കുന്നത് ഒരു മന്ദിരമാക്കി ദൈവം മാറ്റി. Our body is a temple of God. God lives in our body. പഴയ നിയമം മാറ്റാനുള്ള പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. So we don't have to change the Old Testament, but the New Testament is a fulfillment of the Old Testament. അപ്പോൾ ഈ പുരോഹിതന്മാരാണ് ഈ നിയമപ്പെട്ടവുമായിട്ട് പോകുന്നത്. So the priests are the ones who carry the Ark of the Covenant. ഈ പെട്ടകവുമായിട്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ When they move forward, അവര് ഇതിന്റെ യോർദാൻ തീരത്ത് വന്നു. they reach the Jordan shores. അവിടെ നമുക്കറിയാം, അവിടെ യോർദാൻ തീരത്തെത്തുമ്പോൾ When they reach the shores, അവിടെ ദൈവത്തിന് വചനം പറയുന്നു. the word of God says, പെട്ടകം ചുമന്ന ഒരു മഹാപുരോഹിതന്റെ കാലുള്ള when the soles of his foot touch the waters, അതിന്റെ 3:13 പറയുന്നു. in Joshua 3:13, സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാന്റെ വെള്ളത്തെ ചവിട്ടുമ്പോൾ it shall come to pass as soon as the soles of the feet of the priests who bear the ark of the Lord of all the earth, shall rest in the waters of the Jordan, യോർദാന്റെ വെള്ളം രണ്ടായി മാറി. the water shall be cut off. ആമേൻ. അന്ന് ഒരു വശത്തേക്കുള്ള വെള്ളം ഒഴുകിപ്പോയി മറ്റൊരു വശത്തേക്ക് വെള്ളം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, ഒരു മതിൽ പോലെ. The waters come down from upstream and they shall stand as a heap. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, God has given a promise. ദൈവം യോശുവ നിന്റെ ഉള്ളംകാൽ കുത്തി നിൽക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കി തരാൻ പോവുകയാണ്. God told Joshua, the place where your soles of your foot have trodden, that place I will give you. പുരോഹിതന്മാരുടെ കാലമുള്ള അവിടെ ചവിട്ടി നിന്നു. നമുക്കറിയാം, യോർദാൻ തീരത്ത് യോർദാന്റെ വെള്ളത്തിൽ കാൽ ചവിട്ടിയപ്പോൾ when the priest touched the waters, അവിടെ ദൈവശക്തി വെളിപ്പെട്ടു. The power of God was revealed. കാരണം എന്താണെന്നറിയോ? Do you know the reason? പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന നിയമപ്പെട്ടതാണ്. Because the priests are carrying the Ark of the Covenant. ഈ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, the children of God who have received the anointing, ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. There is a power of God that is in us. അവന്റെ കാലുകളോട് കുത്തിയപ്പോൾ when the soles of the foot touch the waters, ഒരു ശക്തി, ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന പോലെ യോർദാനിലേക്ക് കടന്നുപോയി. it is like a power, like electric current went to those waters, ദൈവത്തിന്റെ കരമോടെ ഇറങ്ങി. and God's hand was revealed there. അപ്പോൾ തന്റെ ജനത്തെ യോശുവ ശുദ്ധീകരിച്ചു. And Joshua sanctifying the people. നമുക്കറിയാം, ഹോരേബിന്റെ പർവ്വതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളെ വിശുദ്ധീകരിക്കണം, നിങ്ങൾ ജനത്തെ വിശുദ്ധീകരിക്കണം. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നന്നായിട്ട് അലക്കി തേച്ചിട്ട് വേണം വരാൻ. So even when they had to come near the mountain where God was going to be revealed, Joshua told them they had to cleanse and sanctify themselves. They had to wash their clothes. ദൈവസന്നിധി വരുമ്പോൾ അവരിട്ടിരിക്കുന്ന ഏറ്റവും പെരുമാറ്റം
നന്നായി തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. So when we come to the presence of the Lord, we should come clean and sanctified. ഹല്ലേലൂയ. സോ നമ്മൾ വരുന്ന ആരുടെ അടുത്തേക്കാണെന്ന് തിരിച്ചറിയണം. We should know whose presence we are coming to. ആമേൻ. ഭയത്തോടെ വിറയലോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ. We should come with reverence and fear to the presence of the Lord. ആമേൻ. നമ്മുടെ ഒരു ഭയം നടുക്കത്തോടെ അല്ല, ഒരു പിതാവിന്റെ അടുക്കിലേക്ക് ഒരു മകൻ വരുന്നത് പോലെ ആ സ്നേഹത്തോടെ ആദരവോടെ നമ്മൾ വേണം കടന്നു വരാൻ. As the son comes to the presence of the Father with reverence and love and fear, we should come. ഇങ്ങനെയൊക്കെ വന്നാലേ ആ ചില അത്ഭുതങ്ങളൊക്കെ നടക്കത്തുള്ളൂ. Only if we come like that, a miracle will take place. അപ്പോൾ യോശുവ പറഞ്ഞ പോലെ നമുക്കറിയാം. അതിന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് യോശുവ പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ കാണുന്നു, അവിടെ കാലുള്ള കുത്തിയപ്പോൾ യോർദാൻ കടന്നുപോയി. അവിടെ ഉണ്ടായിരുന്ന 12 കല്ലുകളെടുത്ത് അവരെ തീരത്ത് അപ്പുറത്തെ തീരത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ അടുക്കിയിട്ട് പറഞ്ഞു, ആമേൻ, ഇതിന് ഗിൽഗാൽ എന്ന പേര് അവരുടെ നിന്നെ നീ ഒറ്റ മാറ്റി. And Joshua took the 12 stones from the middle of those seas and placed it on a cross, and he called it Gilgal. God has removed our reproach. നിങ്ങളെ ആയിരിക്കും നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്നെ ഉരുട്ടി മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. If anyone is going through any reproach, God is able to roll away our reproach. നാളുകളായി നിങ്ങൾ 40 വർഷം അനുഭവിച്ച നിന്നെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളഞ്ഞു. For 40 years, the reproach they were going through, in one day God was able to roll it away. അതിൽ പ്രവർത്തിച്ച പ്രവർത്തിക്കാനുള്ള അത് ആ ഒരു നിന്ന ഉരുട്ടി അത്ഭുതം നടന്നുകൊണ്ട് മാത്രമാണ് ആ നിന്ന ഉരുട്ടി മാറുവാന്നൊക്കെ ഇടയായത്. It is because God worked a miracle that stone, that Gilgal, reproach was rolled away. അപ്പോൾ അവിടെ ഒരു വേർപാട് അവർ അനുഷ്ഠിച്ചു. And they separated themselves unto God. ജാതികളിൽ അവർ വേർപെട്ടവരായിരുന്നു. They were separated from the Gentiles. ആമേൻ. അവര് വിശുദ്ധിക്ക് വേണ്ടി നിന്നവരായിരുന്നു. They stood for holiness. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുന്നില്ലെങ്കിൽ, If there is no deliverance in our life, പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടക്കുന്നില്ലെങ്കിൽ, even though the pastor is laying hands on you and you're not getting deliverance, അറിയാതെ വചനത്തിന്റെ വാഗ്ദത്തം മുഴുവൻ പറഞ്ഞു തീർന്നിട്ടും, even if you're claiming all the promises, ഇതെല്ലാം കഴിഞ്ഞൊന്നും നടക്കുന്നില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം. even if you're doing everything else and nothing is happening, why don't you separate yourself, sanctify yourself? എല്ലാത്തിനും കാരണം അതാണ് ഞാൻ പറയുന്നില്ല. I don't say that is the reason behind everything. പക്ഷെ ചിലതിന്റെ കാരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഒരു കാരണം ഇതായിരിക്കാം. But the reason behind some things is this. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ, When I came into the faith life, എനിക്ക് പലപ്പോഴും മനസ്സിലാകാതെ ദൈവസന്നിധി പലപ്പോഴും ഞാൻ മുഴങ്കാലം മുടക്കി ദൈവസന്നിധി ചില ഏറ്റു പറഞ്ഞപ്പോൾ ചില വിടുതലുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. when I came to the presence of the Lord, there are many things I repented and I confessed before God, and I saw the deliverance in my life. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധീകരണമല്ല പുതിയ നിയമത്തിലെ വിശുദ്ധീകരണം. It is not the Old Testament sanctification that is in the New Testament. പുതിയ നിയമം അത് മുഴുവൻ പറയാനുള്ള സമയം നമുക്ക് ഇന്നില്ല. We cannot tell everything. ചില കാര്യങ്ങൾ തൊട്ടിട്ട് നമുക്ക് കടന്നു പോകാം. But I just want to point out certain things. അപ്പോൾ അവിടെ യോശുവ അവിടെ ജനത്തെ വിശുദ്ധീകരിച്ചു. Joshua sanctified the people. നിയമപെട്ടകം ചുമന്ന ആള് നമുക്കറിയാം. ദാവീദ് പെട്ടകം ചുമന്നത് ദാവീദ് പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. We know that David tried to bring the ark into Jerusalem. ആമേൻ. എന്നാൽ പെട്ടകത്തെ തൊട്ട, but the person who touched that ark, അവൻ ആ നിമിഷം അവിടെ മരിച്ചു വീണു. he fell down dead. കാളയുടെ പുറത്തല്ല പെട്ടകം അവൻ പെട്ടകം കാളയുടെ പുറത്താണ് അല്ല കൊണ്ടുവരണം എന്നുള്ളത് ദാവീദിന് അറിയത്തില്ലായിരുന്നു. David did not know that it was to be carried by a bull. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ വ്യക്തമായി അറിയണം, ഇത് പെട്ടകം ചുമക്കേണ്ടവർ ആരാണെങ്കിലും ഈ പെട്ടകം ചുമക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവിക പ്രമാണവും ദൈവിക വിശുദ്ധിയുമായിട്ട് നടക്കുന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ദൈവം ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ. So all those who are doing the work of God ministry should know that only if we do it in holiness and fear can God do His miracle. ഈ പ്രതികൂലത്തിന് മധ്യ ദൈവം അത്ഭുതം ചെയ്യുന്നത്. It is in the midst of trials that God does His miracles. എല്ലാം സുഖകരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. I am not saying because everything is going well for me. അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് ഈ ദിവസം എല്ലാ ദൈവദാസന്മാരും സംസാരിക്കുന്നത്. All the men of God are speaking through faith. അപ്പോൾ ദൈവം ഒരു അത്ഭുതം 40 വർഷത്തിന് ശേഷം 430 വർഷത്തിന് മുൻപ് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിൽ അതിന്റെ 13-14-15 അതെ അതിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ 430 വർഷത്തിന് ശേഷം നിന്റെ മക്കൾ പ്രവാസത്തിൽ നിന്നും നിന്റെ മക്കൾ മടങ്ങി വരും. We know that in Genesis 15 God promised Abraham, your fourth generation will come back from captivity. Amen.
and they forgot. പക്ഷെ സ്വർഗത്തിൽ അതിന്റെ കണക്ക് സ്വർഗം അതിനെ കരുതിയിട്ടുണ്ടായിരുന്നു. But God, the heaven had not forgotten the promise. അതേ ദിവസം 430 വർഷം ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച് പുറത്തു വന്ന് അത്ഭുതം ചെയ്തു. But after 430 days, that same day, God brought them out through a miracle. ആമേൻ. ചെങ്കടൽ കടക്കാതെ വിശദീകരണം ദൈവം ചോദിച്ചില്ല. To cross the Red Sea, God did not ask them to sanctify പക്ഷെ themselves. വാഗ്ദത്ത ദേശത്ത് ചെല്ലുവാൻ ദൈവം പറഞ്ഞു വിശുദ്ധീകരിക്കണം. But to enter the promised land, they had to sanctify themselves. ആമേൻ. കാലം കഴിഞ്ഞു പോകുന്ന കാനാൻ ദേശം കാണിക്കുന്നത് സ്വർഗ്ഗ ശിയോനെയാണ്. The land of Canaan, flowing with milk and honey, stands for heaven. ആമേൻ. നിങ്ങൾക്ക് ചെങ്കടലിലൂടെ കടന്നു സ്നാനമേൽക്കാം. We can go through the Red Sea, we can be baptized. പക്ഷെ കാലം കഴിഞ്ഞു നമ്മുടെ സ്വർഗ്ഗ ശിയോനിൽ ചെന്നെത്തണമെങ്കിൽ ഹല്ലേലൂയ ദൈവം ആചരിക്കുന്ന ചില വിശുദ്ധീകരണങ്ങൾ ആചരിക്കുന്ന വിശുദ്ധീകരണങ്ങൾ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റത്തുള്ളൂ. But if we have to enter the heavenly Zion, we have to be cleansed and sanctified. യോർദാൻ എന്ന് പറഞ്ഞാൽ മരണ യോർദാനാണ്. Jordan stands for death. ആമേൻ. ആ മരണത്തെ കടന്ന് അപ്പുറം കടന്ന് അവിടെ ചെല്ലണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില വിശുദ്ധീകരണങ്ങൾ നടക്കണം. So we have to cross the Jordan and go across the land of Canaan. We have to sanctify ourselves. ഇത് പലർക്കും ഈ ഉള്ള വചനം പലർക്കും താല്പര്യമില്ലാത്ത വചനമാണ് ചിലർക്ക്. Many are not happy with this word. പക്ഷേ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. But this is our greatest blessing. അതിന് ഇതാണ് നമ്മുടെ വാഗ്ദത്തം കാണുവാനുള്ള ഏക മാർഗം. This is the reason behind our blessing. അതിനെ വളരെ സന്തോഷിപ്പിച്ചിട്ട് മടങ്ങി പോകാം. പക്ഷെ ഭവനത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടത്തില്ല. We can say messages and please people, but God's promises won't be fulfilled in our lives. പക്ഷെ ദൈവം നമ്മുടെ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ നമ്മളെക്കാൾ താല്പര്യമായി നിൽക്കുന്ന ദൈവം. But God wants to fulfill His blessings, His promises in our lives. ദൈവം ദേശത്തെ വിശുദ്ധീകരിച്ചിട്ടാ ജനത്തെ അകത്തോടെ കൊണ്ടുവന്നത്. God sanctified the people and brought them in. അപ്പോൾ അവിടെ അവര് വാഗ്ദത്ത ദേശം കണ്ടു. So they saw the promised land. നല്ല പട്ടണങ്ങൾ നല്ല വീടുകളിൽ പാർത്തു. They dwelt in good homes. പണിയാത്ത ഭവനങ്ങളിൽ താമസിക്കുന്നു. They lived in houses which they have not built. ആമേൻ. അവര് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം തരുന്നത് നമ്മുടെ മേന്മകൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ആണെന്ന്. So we should not think that if we are getting any blessings, it is because of our goodness or because of our ability. അത് അവർക്കത് തിരിച്ചറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ പോകാതിരിക്കട്ടെ. They did not realize that. നമുക്ക് ആ തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. But they forgot this revelation. അത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നമുക്ക് വായിക്കാം. We can read that in Joshua 7. അതിന്റെ എനിക്ക് തോന്നുന്നു 13-ാം വാക്യമാണ്. Joshua 7 verse 13. അവിടെ അവര് ആയി പട്ടണം കീഴടക്കാൻ പോകുന്നുണ്ട്. അവര് അതിനുശേഷം വലിയൊരു അത്ഭുതം ദൈവം യെരിഹോ കോട്ട തകർത്തു. We know that the walls of Jericho fell down. അതിനുശേഷം അവര് വിചാരിച്ചു ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും, ഇതൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചു. They thought now everything is going to be victorious for them. എന്നാൽ അതിന് ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ But when we come to the 7th chapter, അതൊന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. 7th chapter of Joshua. അല്ലെങ്കിൽ 7:1 വായിക്കാം. 7 and 1. അതിന് 13-ാം വാക്യം മതി. എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയാം. അതിന് 13-ാം വാക്യം പറയുന്നു. Joshua 7 and verse 13 says, നാളത്തേക്ക് നിങ്ങൾ അതിനെ ശുദ്ധീകരിപ്പിൻ. Sanctify yourselves, for tomorrow the Lord will do wonders. Get up, sanctify the people, and say, sanctify yourselves for tomorrow, for thus says the Lord God of Israel, there is an accursed thing in your midst. ആ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ ശത്രുക്കളുടെ മധ്യേ നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുകയില്ല. O Israel, you cannot stand before your enemies until you take away the accursed thing from among you. അപ്പോൾ അതിന്റെ ഞാൻ ഈ പറയുന്നതിന്റെ കാരണം വലിയ അത്ഭുതവും ചെറിയ അത്ഭുതമാണെന്ന് ചെറിയ കാര്യമായിട്ടൊന്നും വലിയ വ്യത്യാസമില്ല. So I want to point out is that there is no big difference between a great miracle and a small miracle. ദൈവത്തിന് വലിയ കാര്യം ചെയ്യാനും ചെറിയ കാര്യം ചെയ്യാനും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ലത്. To do a big miracle or to do a small miracle is not a big thing for God. പക്ഷേ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ കാര്യം നമ്മളോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ അതിന്റെ ജയം നമുക്ക് കിട്ടത്തുള്ളൂ. But whatever it is, only if God's hand is with us can we have the victory. അവിടെ ആയിപ്പട്ടണം കീഴടക്കാൻ 3000 പേര് പോയാൽ മതിയെന്ന് യോശുവ പറഞ്ഞു. Joshua said to conquer we need only 3000 people. അവര് വിചാരിച്ചു ദൈവത്തിന്റെ ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. They thought don't need the help of God, we can do it on our own. ചെറിയ കാര്യങ്ങൾ പോകും ദൈവത്തിന് ആലോചനയുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ അതിന് ദൈവം ജയം തന്നിരിക്കുന്നു. Even in our small decisions, if we go with the counsel of God, God will give us victory. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഈ ദിവസം നമുക്ക് ആശ്രയിക്കാം. We should completely depend upon the Lord. അവിടെ യോശുവ നമുക്ക് 3000 പേരുമായി പോയവർ അവർ
ശത്രുവിനെ പുറം കാട്ടേണ്ട വന്നു, അവർ തോറ്റുപോയി. We know that Joshua went with 3,000 people, but they were defeated. അവിടെ യോശുവ അവിടെ വീണ് കിടന്ന് കരയാൻ തുടങ്ങി. And Joshua fell on his face and started crying before God. അതാ യോശുവയുടെ പുസ്തകത്തിന്റെ നമുക്ക് 7-ാം അധ്യായത്തിൽ Joshua 7. അവിടെ പറയുന്നു, ഇസ്രായേൽ മക്കൾ ശാപാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. It is said that the children of Israel had something accursed among them. ആഖാൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്ത് മറച്ചു വെച്ചു. It is because Achan hid something. അത് മറച്ചു വെച്ചതുകൊണ്ട് because he hid it. അവർ ശത്രു മുമ്പിൽ തോറ്റുപോയി. It is because that he took something from the enemy's camp, which was a curse that God that they had the defeat. അപ്പോൾ അത് എന്തായിരുന്നു ആ സാധനങ്ങൾ? What was that thing? അപ്പോൾ ഇത് വെളിപ്പെടാൻ വേണ്ടി to reveal that യോശുവ ചെയ്ത ഒരു കാര്യം, യോശുവ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. So Joshua fasted in the presence of the Lord. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയായിരിക്കണം. So the reason why we fast should be to hear the voice of God. It should be for our sanctification. ദൈവശബ്ദം പലപ്പോഴും നമ്മുടെ ഉപവാസത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. It is in fasting that we see the work of God. അപ്പോൾ അവിടെ ഇന്നിപ്പം കാണുന്ന പോലെ കൺവെൻഷൻ ആയിട്ടൊന്നും എല്ലാവരും ഉപവാസിച്ചത്. It's not like a convention that they fasted. അല്ല, ഇന്നത്തെ പോലത്തെ ഉപവാസം അല്ല അന്ന്. That fasting was not like today's fasting. നമുക്കറിയാം, മൈക്കൊക്കെ വെച്ച് 21 ദിവസം മൈക്ക് വെച്ച് ദേശത്തെ മുഴുവൻ അറിയിച്ചുള്ള ഉപവാസമാണ്. Nowadays when there's fasting, everyone comes to know. പക്ഷേ ഇവിടെ യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കിടന്നു. But Joshua tore his clothes and he fell before the ark. ആമേൻ. അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല, രാവിലെ വൈകിട്ട് വരെ പെട്ടകത്തിന് മുമ്പിൽ വീണ് കിടന്നു. From morning till evening he was fallen on his face before the ark. അങ്ങനെയുള്ള ഉപവാസത്തിന് ദൈവം എഴുന്നേറ്റു. And in front of that fasting, God rose up. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജയം തരാൻ പോവുകയാണ്. And God told them, I'm going to give you the victory. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജയമില്ലാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ജയം തരാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരു വർഷം ഉപവാസത്തിലായിരിക്കും. So if we are not having victory in our lives, maybe it is through our fasting that God is going to give us victory. നമ്മുടെ ഉപവാസത്തെ പറ്റി യോവേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നത് നമ്മുടെ ഹൃദയത്തെ കീറി ദൈവസന്നിധിയിൽ അടുത്ത് വാ. In Joel it says we should rend our hearts and come to the Lord, turn to the Lord. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നമുക്ക് വായിക്കണ്ട. Isaiah 58 also says, അവിടെ നമുക്കറിയാം, നിന്റെ വിരൽ ചൂണ്ടുന്നത് ഭക്ഷണത്തും സംസാരിക്കുന്ന ഇവയൊക്കെ നിങ്ങൾ നടുവിൽ നിന്ന് എടുത്തു മാറ്റുക. ഇതാണ് യഥാർത്ഥത്തിൽ ഉപവാസം. What true fasting is that you should not speak wickedness or point out the finger at others. അവിടെ അതിനുശേഷം നമുക്കറിയാം, അവിടെ ആ ഒരു ഉപവാസം കഴിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി, ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു ശാപവസ്തുണ്ട്. And after that fasting, God revealed to them that there was something accursed among their midst. അതിനുശേഷം നമുക്ക് യോശുവ അവിടെ ആഖാൻ പിടിക്കപ്പെട്ടു. And Achan was caught. ആഖാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഈ യെരിഹോയിൽ ഞാനിങ്ങനെ ദൈവം പറയുന്നത് യെരിഹോയിൽ നിന്ന് യെരിഹോ കാണിക്കുന്ന ശാപഗ്രസ്തമായ ലോകത്തെയാണ്. So Jericho stands for this accursed world. പഴയ നിയമം കാണിക്കുന്ന പുതിയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്കറിയാം നേടായി നിൽക്കുകയാണ്. So in the Old Testament many things are symbolic in the New Testament. യെരിഹോ കാണിക്കുന്ന ശാപം ലഭിച്ച ഈ ഭൂമിയാണ്, വരാൻ പോകുന്ന ദൈവിക ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് വരുന്നതിനെ യെരിഹോ ചൂണ്ടിക്കാണിക്കുകയാണ്. So Jericho points out that the world that is going to be cursed. അപ്പോൾ ശാപവസ്തു എടുത്ത് ഭവനത്തിനകത്ത് വെച്ചു. So he took that accursed thing and put it in his home. 3 കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. And there were 3 things. അതിലൊന്ന് ഒന്ന് ബാബിലോണിയൻ മേലങ്കിയായിരുന്നു. One was a Babylonian garment. ഒന്ന് 200 ശേക്കൽ വെള്ളിയായിരുന്നു. Second was 200 shekels of silver. പിന്നെ ഒരു പൊൻകട്ടി ഉണ്ടായിരുന്നു. And a wedge of gold. അവിടെ ആഖാൻ പറഞ്ഞു, ഞാനിത് മോഹിച്ച് എടുത്തു. And Achan is saying, I coveted them and took them. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശദീകരണത്തെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ. So I'm talking about the New Testament sanctification. പഴയ നിയമത്തിൽ എല്ലാം പുറമെയാണെങ്കിൽ പുതിയ നിയമത്തിൽ അകത്താണ്. So in the Old Testament everything is outside, but in the New Testament everything is inside. അപ്പോൾ നമുക്ക് പുറമേ ഒരു ഫരിസേയൻ കാണിക്കുന്നത് പലതും പുറമേ കാണിക്കാമെങ്കിൽ അകത്തുനിന്നാണ് ദൈവം നോക്കുന്നത്. So like a Pharisee, they can show things holiness on the outside, but God wants holiness on the inside. ഞാൻ വേഗത്തിൽ ചുരുക്കമായിട്ട് പറഞ്ഞു പോകാം. I want to say it in brief. വിശേഷമായ ഒരു ബാബിലോണിയൻ അങ്കി. He took a Babylonian garment, beautiful Babylonian garment. ഒന്ന് യോഹന്നാൻ ലേഖനത്തിൽ നമുക്കറിയാം, കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം.
John talks about lust of the flesh, lust of the eyes, pride of life. ബാബിലോൺ കാണിക്കുന്നത് ഈ ലോകത്തെയാണ്, ഈ പാപകരമായ ലോകത്തെയാണ് ബാബിലോണിൽ കാണിക്കുന്നത്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നു. Babylon stands for the sinful world. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് ബാബിലോൺ വീണു, മഹതിയാം ബാബിലോൺ വീണു എന്നൊക്കെ നമുക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. And so in Revelation talks about the great Babylon which is fallen. അപ്പൊ അവിടെ കണ്ട ഒരു മേലങ്കി വസ്ത്രമെടുത്ത് അകത്ത് വീട്ടിൽ കൊണ്ടുവന്നു. So he took a beautiful Babylonian garment and took it to his tent. അത് കാണിക്കുന്നത് കൺമോഹമാണ്. That shows the lust of the eyes. പിന്നെ അവിടെ വെള്ളിയുണ്ട്. Then he saw 200 shekels of silver. അത് കാണിക്കുന്നത് പണത്തോട് അല്ലെങ്കിൽ പണത്തോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ധനമോഹം. It shows the love of money. സ്തോത്രം. അത് ധനത്തോടുള്ള മോഹം ഒരു കെണിയായി പലരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ Love of money is also a snare in many people's lives. പൊൻകട്ടിയും മോഹിച്ചെടുത്ത് അവിടെ കൊണ്ട് കുഴിച്ചു വെച്ചു. He took a wedge of gold and he went and buried it in his tent. അത് ആരും കണ്ടില്ലെങ്കിലും Even if no one saw that, അത് ദൈവം കണ്ടു. God saw that. അതിന് ആഖാനെ അത് സഭയിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സഭയിൽ നിന്നും നമുക്കറിയാം ആഖാൻ മാറ്റപ്പെട്ടു പോയി. And it is said that Achan was cut off from the children of Israel. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വചനം നമ്മൾ പലപ്പോഴും പറയാൻ പലരും മടിക്കും. Nobody likes to talk about this. നോബഡിയല്ല, എല്ലാവർക്കും അല്ല, ചുരുക്കമായിട്ട് എല്ലാവർക്കും പറയാൻ താല്പര്യമില്ലാത്തൊരു ഭാഗമാണ്. Many people don't like to talk about this type of message. ഇത് പലപ്പോഴും ദൈവജനം വീണു പോകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാർ പോലും വീണു പോകുന്നതിന് മണ്ഡലമാണ്. The reason why children of God or men of God fought is the reason behind that. ഇതിനകത്തൊരു വിടുതലെടുക്കാമെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. We are going to get a deliverance in this area. God will surely work a miracle in our life. ഇത് ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തു. I have taken a decision. ഇത് കേട്ടുണ്ടെങ്കിൽ എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? How many of you will take a decision like that? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്തോത്രം എന്തിനു വേണ്ടിയാണ് തിരിച്ചറിയാം. We should clearly know why God has called us. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന്. The love of the world is enmity with God. യാക്കോബ് അപ്പോസ്തലൻ 4:4 പറയുന്നു. James 4 says. അപ്പോൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അവയവങ്ങൾ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലോ കലഹം എവിടുന്ന് വരുന്നു. അല്ലെ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. It says, you lust and do not have, you murder and covet and cannot obtain, you fight and war yet you do not have because you do not ask, you ask you do not receive because you ask amiss, that you may spend it on your pleasures. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങൾ കടന്നു വരാം. So God wants us to come to that holiness which God requires of us. ആമേൻ. പല അഭിഷക്തന്മാരും വീണു പോയേക്കാം. Many anointed men might fall, പക്ഷെ വിശുദ്ധന്മാർ വീഴത്തില്ല. but holy people won't fall. അല്ല, വിശുദ്ധനെ തൊടാൻ ദുരാത്മാവിന് സാധിക്കത്തില്ല. The evil spirits cannot touch a holy man of God. പൈശാചിക മണ്ഡലത്തിൽ നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളെ തകർത്തുകളയാൻ സാധിക്കത്തില്ല. So if you are living a holy life, the powers of darkness cannot touch you. ശിംശോൻ അഭിഷക്തനായ പക്ഷെ വീണു പോയതിന്റെ കാരണം നമുക്കറിയാം. Samson was anointed, but we know the reason why he fell. ദാവീദ് വീണു പോയതിന്റെ കാരണം നമുക്കറിയാം. We know why David fell. അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിഗ്രഹാരാധന ഇല്ലെങ്കിലും കൊളോസ്യരുടെ ലേഖനം 3:5 പറയുന്നു. Colossians 3:5 says. പുതിയ നിയമത്തിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്ന ആ വിഗ്രഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിക്കൂട്ടത്ത് വെക്കുന്ന വിഗ്രഹമല്ല, അതിനും കൂടുതൽ അതിനേറിയ ആഴമേറിയ ഒരു അർത്ഥം പുതിയ നിയമത്തിൽ വിഗ്രഹങ്ങളെ പറ്റിയുണ്ട്. Idols, it is not some statue that we keep here and there, but in New Testament it has more meaning. ആകയാൽ ദുർനടപ്പ് കൊളോസ്യർ 3:5 വായിച്ചാൽ മതി. Colossians 3:5 says. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കുവിൻ. Therefore put to death your members which are on the earth, fornication, uncleanness, passion, evil desire and covetousness, which is idolatry. അപ്പോൾ ഞാൻ കൺമോഹത്തെ പറ്റി പറഞ്ഞു. I told about lust of the eyes. ഇപ്പോൾ ജനമോഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. I'm talking about lust of the flesh. അപ്പോൾ ശരീരത്തിന്റേതായ ഇച്ഛകൾ നമുക്ക് ഇതിനെ ജയമെടുക്കണമെങ്കിൽ So we have to take victory of the desires of the flesh. പഴയ നിയമത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയ രാജാക്കന്മാരെ, അല്ലെങ്കിൽ ശക്തനായ ദാവീദ് രാജാവായിരുന്നു. We know that David was a mighty warrior. He plundered kingdoms. ശത്രുക്കളെ മുഴുവൻ കീഴടക്കി.
He defeated his enemies, പക്ഷെ പാപത്തെ കീഴടക്കാൻ പറ്റിയില്ല. but he could not defeat sin. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിലെ പുരോഹിതനായിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്നെയും, But the New Testament priests who are hearing me and myself, ഹല്ലേലൂയ, hallelujah, നിങ്ങളെ ഒരു പെട്ടകമാക്കി, നിങ്ങളൊരു ദൈവത്തിന്റെ ആലയമാക്കി ദൈവം നിങ്ങളുടെ ശരീരങ്ങളെ തീർത്തുവെങ്കിൽ God has made your body as his own temple. ഇത് പോകുന്നിടത്ത് അത്ഭുതം നടക്കും. Wherever this temple goes, there will be miracles. നിങ്ങളുടെ ചില കിടങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. When you go to places, you will see miracles. ഹല്ലേലൂയ. ചില തുറക്കാത്ത വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. Doors that are not open will open before you. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറണം. Powers of darkness will flee before you. അവിടെ പറഞ്ഞ നിങ്ങളുടെ ജഡമോഹത്തെ നിങ്ങൾ കീഴടക്കണമെങ്കിൽ, So if we have to defeat the lust of the flesh, ആമേൻ, ഒറ്റ ചെറിയൊരു ക്യാപ്സ്യൂളായിട്ട് പറഞ്ഞിട്ടുണ്ട്. it is said in capsule, ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ റോമർ 8:7 വായിക്കുമ്പോൾ കാണാം. Romans 8 and verse 7. അവിടെ പറഞ്ഞു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. So by the Spirit you should put to death the deeds of the flesh. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ മേൽ എത്രയധികം കടന്നു വരുന്നുവോ, So how much ever the power of the Spirit is inside us, ആമേൻ, അതിനനുസരിച്ചുള്ള പാപത്തിന്റെ മേലുള്ള ദൈവിക ശക്തി ദൈവം നമ്മുടെ മേൽ പകരുകയാണ്. so how much ever power of the Holy Spirit is inside us, how that much of power we have over sin. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. ആ ഒരു തലങ്ങളിലേക്ക്, To that level, ആ ഒരു തലമാണ് കർത്താവ് യേശുക്രിസ്തു പുതിയ നിയമസഭയിൽ കാണുന്നത്. that is what God expects of us in the New Testament. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു പലമുറയും കൃപയുടെ സുവിശേഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും, Many say that it is a gospel of grace. നിങ്ങൾക്ക് നമ്മൾ പലർക്കും അറിയാം അത്, എങ്കിലും ഞാൻ ഒന്നുകൂടി അത് പറയുകയാണ്. I want to repeat it. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധി, the holiness that Jesus talks about. യേശുക്രിസ്തു മത്തായി സുവിശേഷം 23:25 പറയുന്നുണ്ട്. Matthew 23:25. അവിടെ ഉണ്ടായിരുന്ന ഫരിസേയന്മാരെ പറ്റി പറയുന്നുണ്ട്. He talks about the Pharisees. അവർ പറയുന്ന ഫരിസേയന്മാര് സമയം അത് മുഴുവൻ വായിക്കേണ്ട. അവിടെ പറയുന്നു, പരീക്ഷയെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. There is one thing that is talked about the Pharisees. അവര് നിയമവും വചനവും എല്ലാം നന്നായിട്ട് അറിയാം. They know the law, everything well. ഇത് പ്രസംഗിക്കും. They preach it. ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ പ്രസംഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് പ്രസംഗിക്കുക. So we should be very careful when we preach. ഇത് പ്രസംഗിക്കുമ്പോൾ ഞാനും ഭയത്തോടെയാണ് പ്രസംഗിക്കുന്നത്. Even when I preach, I'm doing it with fear. ഈ പറയുന്നതൊക്കെ എന്റെ ജീവിതം ഞാൻ ചെയ്യണം. I should fulfill it in my own life. ഉപദേശിക്കുന്ന അടി കൂടുതൽ കിട്ടുകയും ചെയ്യും. Those who teach, you will get more beatings. അതുകൊണ്ട് പലർക്കും ഭയമായി പറയാൻ. So many are afraid to teach. പക്ഷേ വിശ്വാസത്തിൽ ഇന്ന് കർത്താവ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, But if you rely on the grace of God, നിങ്ങളുടെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന്, it is not the outside of the cup that should be cleansed, അതിന്റെ അകം വെടിപ്പാക്കണം. but it should be the inside of the cup that should be cleansed. ആമേൻ. അവർ പറഞ്ഞു, ഫരിസേയന്മാർ വെള്ള തേച്ച കല്ലറ പോലെയാണ്. They are like whitewashed tombs. പുറമേ നല്ല ശോഭയാണ്, Outside they look very white and clean, പക്ഷെ അകത്തെന്താ കിടക്കുന്നത്? but inside അവിടെയാ ദേശം നോക്കുന്നത്, ദൈവം നോക്കുന്നത്. is where God looks. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ഇത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൃദയത്തിൽ നിന്ന് തുറന്നാട്ടെ. If any of you are able to understand it, can you open your heart to this word? ഒരു അത്ഭുതത്തിന് വേണ്ടി എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? How many of you are waiting for a miracle? അത് കാത്തിരിക്കുന്നവരുടെ ഈ ദിവസം ദൈവത്തിന്റെ കരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ചലിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. These days God's hand is going to be revealed in your life and in my life. യെശയ്യാ പ്രവാചകൻ 59-ാം അധ്യായത്തിൽ പറയുന്നു. Isaiah 59 says. 58 മുഴുവൻ ഉപവാസത്തെ പറ്റി പറയുമ്പോൾ, when Isaiah 58 talks about fasting, ആമേൻ, 59-ാം അധ്യായത്തിൽ തുടക്കം അതിന്റെ തുറമാനമായി വരുന്ന വാക്യമാണ്. Isaiah 59 continues. അവിടെ പറയുന്നു, സ്തോത്രം, നിങ്ങളെ രക്ഷിപ്പാനാകാത്ത കരങ്ങൾ കുറുകി പോയിട്ടില്ല. The Lord's hand is not shortened that it cannot save. കേൾക്കുവാനാകാത്ത ചെവികൾ മന്ദീഭവിച്ചിട്ടില്ല. Nor ear heavy that cannot hear. കാണുവാനാകാത്ത കണ്ണുകൾക്ക് മങ്ങലേറ്റിട്ടില്ല. His eyes are not blind that cannot see. നിങ്ങളുടെ പാപങ്ങളാണ് എന്നെ നിങ്ങളെ തമ്മിൽ അകറ്റുന്നത്. It is our iniquities that are separating us from our God. ദൈവം സർവശക്തനായി ഇന്ന് വന്നും 2000 വർഷങ്ങൾക്കപ്പുറം 4000 വർഷങ്ങൾക്കപ്പുറം 6000 വർഷങ്ങൾക്കപ്പുറവും ആദാമിന്റെ സമയം മുതൽ ഈ ദിവസം വരെ ഈ നിമിഷം വരേക്കും ദൈവം മാറ്റമില്ലാത്തവനായി തുടരുന്നു.
God is unchanging God. 2000 years before, 4000 years before, up to the time of Adam, God is unchanging. ഇന്ന് ഈ സമയം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ കഴിയുന്ന തയ്യാറാകുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. Even while I'm speaking this, God is willing to rise up for you. ആമേൻ. ഒരു സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. God has seen a time for our life. അപ്പോൾ യേശു പറയുന്ന മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. We read that in the Gospels, Matthew 5. കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. I'm not going more into that. പക്ഷേ മോശയുടെ ന്യായപ്രമാണത്തെക്കാളും കഠിനമായ ന്യായപ്രമാണം യേശുവാണ് പറഞ്ഞിരിക്കുന്നത്. But Jesus talks about more hard doctrines than the law of Moses. ആമേൻ. സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പറയുന്നു. If anyone is angry with your brother, you are in danger of judgment. മൂഢ എന്ന് പറഞ്ഞാൽ If you call your brother a fool, അഗ്നിനരകത്തിൽ യോഗ്യമാണെന്ന് പറയുന്നു. you are deserving hellfire. ഇത് കേൾക്കുമ്പോൾ ഭയപ്പെടണ്ട. If you hear you should be afraid when we hear. മോശ ന്യായപ്രമാണം പറഞ്ഞിട്ട് പോയി. Moses told the Old Testament and left. അല്ലെങ്കിൽ അതിനുള്ള അതിനാവശ്യമായിരിക്കുന്ന സ്തോത്രം പ്രതിവിധിയും കൂടെ പറഞ്ഞിട്ട് പോയി. And he told the consequences. പക്ഷേ യേശു പറഞ്ഞിട്ട് But when Jesus said, അത് ചെയ്യുവാനുള്ള കൃപയുടെ കർത്താവ് തന്നിട്ടുണ്ട്. Jesus tells us something, he will give us the grace to obey it. അതാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. That is why the law came through Moses. കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. But grace and truth came through Jesus Christ. ഇതിന് മേൽ ജയമെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരെ If anyone wants to take victory over sin, എന്റെ ജീവിതത്തിൽ ചില ബലഹീനതകളിൽ and there are many weaknesses in my life. ഒരുപാട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും I don't want to tell a lot of things. ചില കാര്യങ്ങളെ തൊടുവാൻ മാത്രം ഞാൻ I just ആഗ്രഹിക്കുന്നു. want to point out to certain things. യേശുവിന്റെ അകമേ നിങ്ങളൊന്ന് കഴുകണം. Jesus has to cleanse you on the inside. ആമേ. നമ്മുടെ അകമേ പഴയ നിയമത്തെ അകമേ കഴുകുവാൻ സാധിച്ചില്ലെങ്കിൽ, In the Old Testament, if they could not cleanse on the inside, പുതിയ നിയമത്തിൽ നമുക്ക് കഴുകാനുള്ള കൃപയും കൂടെ ദൈവം തന്നിട്ടുണ്ട്. God has given us the grace to be cleansed on the inside. അതുകൊണ്ടാണ് എഫീഷ്യരുടെ പുസ്തകം 5:26 പറയുന്നത്. That is why Ephesians 5:26 says, ആമേൻ. വചനമാകുന്ന ജലത്താൽ എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ കഴുകാൻ കഴിയുന്ന ദൈവം. so through the washing of the water, God is able to cleanse our hearts. അപ്പോൾ ആ ദൈവത്തിന്റെ വചനം വെറുതെ വായിച്ചു പോകുവാനല്ല. So this word is not just to be read. വചനം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ, When we meditate on the word, വചനം നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, when we feed on the word, ഈ ദിവസങ്ങളിൽ ആ വചനം നമ്മുടെ അകത്തളങ്ങളെ കഴുകുവാൻ തുടങ്ങുന്നു. this word starts cleansing us on the inside. അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. There is no other solution to be cleansed on the inside. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ദാവീദ് പറയുന്നു, So David understood this and he's saying, എന്റെ തെറ്റുകളെ സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ, who can understand his own errors? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. Set me free from hidden sins. പാപങ്ങളെ അകറ്റി Set me free from presumptuous sins. അവന്റെ മേൽ വാഴരുതേ. Let them not have dominion over me. എന്നാ ഞാൻ നിഷ്കളങ്കനാകും, Then I will be upright. മഹാപാതരഹിതനാകും. I will be innocent of great അതുകൊണ്ട് transgression. ദാവീദ് എവിടെയെല്ലാം കടന്നു അവിടെയെല്ലാം ദൈവം ദാവീദിന് ജയം കൊടുത്തു പല സ്ഥലത്തും. So wherever David went, God gave him victory. അത് തിരിച്ചറിഞ്ഞ് ദാവീദ് പറയുകയാണ്, 19 തന്നെ സങ്കീർത്തനം 19:8 പറയുന്നു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാണ്. Psalm 19 is saying God's commandments are pure. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. It makes the heart glad. എന്റെ രാത്രി മുഴുവൻ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. The whole night I'm meditating on it. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. His words are pure. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. It enlightens the eyes. ആത്മീയ കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ If your spiritual eyes have to be enlightened, തിരുവചനത്തിന്റെ വെളിപ്പാട് ഉള്ളിൽ കയറണം. we should get the revelation of the word. അതെന്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുക. That revelation will cleanse you on the inside. ജലസ്നാനം പുറമേ കഴുകുമ്പോൾ, Water baptism cleanses you on the outside. ഹല്ലേലൂയ, അന്ന് വരെ ചെയ്ത പാപങ്ങൾ മാത്രം മായ്ച്ചു കളയുമ്പോൾ, When it സഹായിക്കുമ്പോൾ, what helps us to be cleansed of our sins which we have committed till then. വചനമാകുന്ന ജലം എന്റെ ഉള്ളങ്ങളെ കഴുകുന്നു. It is the word that is the wash. It is the word that cleanses you on the inside. ഹല്ലേലൂയ, കറ ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ സഭയായി തീർക്കുവാൻ ദൈവസഭയ്ക്കകത്ത് ആയിരിക്കുന്ന ദൈവജനത്തെ എന്താണ് ദൈവം ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് എഫീഷ്യർക്കെതിരെ 5-ാം അധ്യായം 26-27 പറയുന്നു. Ephesians 5:26 says it washes us without spot or blemish or any such thing. ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. So we should be holy and without blemish before Him. ആമേൻ. യേശു സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. So Jesus gave His own body. ആ ശരീരത്തെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്. He gave His own body to be bruised. ഇത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. It is to cleanse me and you. ആമേൻ. ആ വാഗ്ദത്ത ദേശത്തേക്ക് ഈ ദിവസങ്ങൾ യാത്രയാൻ എത്ര തയ്യാറെടുത്തണം. How many of you have taken a decision to go into the promised land? ഈ ഭൂമി
ഭൂമിയിൽ പൈശാചിക മണ്ഡലത്തിനെ നിങ്ങൾക്ക് ചെയ്യാൻ ദൈവം തരും. God will give you victory over the powers of darkness. ആമേൻ. ആ വിശുദ്ധിയോടെ ഈ ദിവസം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുണ്ട്. If we are willing to go forward in holiness, ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു ജയം തരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. God has a plan to give you victory. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും അതിനത്തിലെ വാക്കുകളും ദൈവത്തിന് let it be pleasing to God. Let the words of our mouth and the meditation of our heart be acceptable in the sight of God. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന നമ്മുടെ വാക്കിലാണ്, വചനത്തിലാണ്. It is many times we stumble in word. വചനത്തിൽ തെറ്റുപറ്റാത്തവനുണ്ടെങ്കിൽ അവൻ ഏറ്റവും ഭാഗ്യമുള്ളവനാണ്. Said if anyone does not stumble in word, he is a perfect man. പലപ്പോഴും ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന മണ്ഡലമാണ്. I sometimes ask God forgiveness in that area. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ 6:6 ദൈവം ഉയർന്നിരിക്കുന്ന സിംഹാസനത്തിൽ ദൈവത്തിന്റെ കർത്താവിനെ ഞാൻ കണ്ടു എന്ന് യേശയ്യാ പ്രവാചകൻ പറയുന്നു. That's why Isaiah 60 says he saw God high and lifted up. ആ പരിശുദ്ധി കണ്ടപ്പോൾ When he saw the glory and the holiness of God, യേശയ്യാവിന് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെ വിശുദ്ധനല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടു. he's saying I'm a man of unclean lips. I saw the holiness of God. ആ പരിശുദ്ധനായ ദൈവത്തെ കണ്ടപ്പോൾ എന്റെ അശുദ്ധി എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞു. When I saw the holy God, I saw how unholy I am. ആമേൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ല. Without holiness we cannot see God. ആമേൻ. അപ്പോൾ യേശയ്യാ പ്രവാചകൻ പറഞ്ഞു, കർത്താവേ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. So Isaiah is crying out to God, God, I've fallen somewhere. ഞാൻ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുന്നില്ല. I'm not able to do the work of God as I should. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന പ്രവചന ദൂതുകൾ ദൈവജനത്തിന്റെ ഈ ദിവസങ്ങൾ ദൈവജനത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തിന്റെ ശബ്ദം ഈ ദിവസങ്ങൾ ധ്വനിക്കുവാൻ, the words of prophecy that I speak, let it pierce to the hearts of people. എന്റെ ആദരങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ Lord, cleanse me on the inside. ആമേൻ. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, If anyone is desiring that, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സംസാരങ്ങൾ വായിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ, if you are not able to control your words, ആമേൻ, അത് ഈ ദിവസങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. you just have to confess it before the Lord. അപ്പോൾ യേശയ്യാ പ്രവാചകൻ പറഞ്ഞു, Isaiah said, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. woe is me, I'm undone. ആമേൻ. ഞാൻ സൈന്യങ്ങൾ യഹോവയെ കണ്ടല്ലോ. My eyes have seen the Lord. ഏൽപ്പിച്ചു കൊടുത്തവന്റെ മേൽ When he surrendered himself, സഹായമായി സറാഫിനെ ദൈവം അയച്ചു. and God sent the seraph. യേശുക്രിസ്തുവിന്റെ ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറക്കി തന്നു. God sent his own son for us. ആമേൻ. എന്താണ് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ ജയമെടുക്കാനുണ്ടായ ഒരു കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. The reason why Jesus was able to take victory, ഒരു വാക്ക് യേശുവിന് തെറ്റിപ്പോയിരുന്നെങ്കിൽ, if Jesus had stumbled even in one word, യേശുവിന് യാഗത്തിന്റെ പൂർണ്ണത വരത്തില്ലായിരുന്നു. his sacrifice would not have become perfect. അവന്റെ വാക്കിൽ കൊടുക്കുവാൻ ഫരിസേയനും യഹൂദനും പല രീതിയിൽ ശ്രമിച്ചു. Many times the Jews and Pharisees tried to catch him at his words, പക്ഷെ അവനെ ഒരിക്കലും വാക്കിൽ കൊടുക്കുവാൻ സാധിച്ചില്ല. but they could not catch him at his ക്രൂശിൽ words. നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. They told him, come down from the cross. നീ If you are the ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. the Son of God, come down from അല്ല, the ഞാൻ cross. കാണിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. Jesus didn't say, I will show you. കർത്താവ് എന്ന് പറഞ്ഞ 3 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു കർത്താവ് പറഞ്ഞില്ല. Jesus did not tell them, I'm going to show you after 3 days. തന്നെത്താൻ താഴ്ത്തി. He humbled himself. യെശയ്യാ പ്രവചനം 53:7. Isaiah 53 and verse 7. അവൻ വായെ തുറക്കാതിരുന്നു. He did not open his അവൻ mouth. പീഡിപ്പിക്കപ്പെട്ടു. He suffered കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, like a lamb led to the slaughter, രോമമംഗത്തിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും like a sheep before shearers is silent. അവൻ വായെ തുറക്കാതിരുന്നു. He did not open his mouth. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും Had done no violence. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതിരുന്നിട്ടും And in his mouth was found no deceit. അവന് നീതി ലഭിച്ചില്ല. He did not receive righteousness. എന്തിനാണെന്നറിയോ? Do you know the reason? നിങ്ങൾക്കും എനിക്കും നീതി കിട്ടുവാൻ വേണ്ടിയായിരുന്നു. So that we will be righteous. We will get the righteousness. അവൻ നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. He became righteousness for us. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ പറഞ്ഞു. God told Jeremiah. ആമേൻ. ഈ ദിവസം ഇത് കേട്ടുണ്ടെങ്കിൽ ദൈവദാസന്മാരുണ്ടെങ്കിൽ, If anyone, men of God are hearing me, കർത്താവിന് പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, if anyone wants to be used by God, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, in Jeremiah God told, നീ അധമമായി ഉപേക്ഷിച്ച് if you take out the precious from the wild, ഉത്തമമായത് പ്രസ്താവിച്ചാൽ, if you speak what is നീ right, എന്റെ വായ് പോലെ ആയിത്തീരും. I will make your mouth as my നീ mouth. സംസാരിക്കുമ്പോൾ When you speak, അവർ നിനക്ക് നേരെ നിന്റെ പക്ഷം തിരിയും. they will come to you. നീ അവരുടെ പക്ഷം തിരിയത്തില്ല. You will not go to them. ഈ സമയം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നീൽപ്പിച്ചാട്ടെ. When let us give ourselves to the Lord. എന്താണ് യേശയ്യാ അവിടെ നമുക്കറിയാം, We know ഏലിയാവ് Elijah. വിശുദ്ധിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. He did not speak much about holiness. അല്ലേ? പക്ഷേ യേശയ്യാവ് പറഞ്ഞ കാര്യം അതുപോലെ നടന്നു.
But whatever Isaiah spoke, it happened. അതിനൊരു പ്രവൃത്തി ഞാൻ വിശ്വസിക്കുക, അതിന് പിന്നെ ഒരു വലിയ വിശുദ്ധി ഉണ്ടായിരുന്നു. I believe there was a holiness behind that. പറഞ്ഞപ്പോൾ ആകാശമണ്ഡലം അടഞ്ഞു. When he spoke, the heavens were closed. യോർദാന്റെ തീരത്ത് At the Jordan, തന്റെ പുതപ്പെടുത്തിട്ട് he took the mantle, അത് മടക്കി, he rolled it, അത് യോർദാനെ തട്ടിയപ്പോൾ and he struck the waters, യോർദാൻ രണ്ടായി മാറി. and Jordan parted. ദൈവം ഒരു വഴി നോക്കി. God made a way, സ്തോത്രം. അപ്പുറത്ത് കിടന്നു and they crossed across അഗ്നിയശങ്ങളും through the chariots of fire. അഗ്നിരഥങ്ങളും Chariots of fire. അല്ലെങ്കിൽ ചുഴലിക്കാറ്റിൽ അവനെ എടുത്തുകൊണ്ട് പോയി. In the whirlwind he was taken up. സ്വർഗത്തിൽ കയറി പോകണ വിശുദ്ധനായിരിക്കണം. If you have to go out into heaven, you have to be holy. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ശക്തി വരും. There will be a power in your words. നിങ്ങളുടെ ശരീരത്തിന്റെ ഉടുക്കുന്ന വസ്ത്രത്തിൽ പോലും ദൈവശക്തി വ്യാപരിക്കും. Even in the clothes that you wear, there will be a power that is imparted. ഹല്ലേലൂയ. പൗലോസിന്റെ കൈലേശിലൂടെ നമുക്കറിയാം അത്ഭുതങ്ങളെ ദൈവം ചെയ്തു. Through Paul's handkerchief also so many miracles took place. തിരിച്ചു വരുന്ന എലീശയുടെ കരങ്ങളിൽ കിട്ടിയ പുതപ്പെടുത്ത് Elisha took that same mantle. ആമേൻ. ആ യോർദാനെ തട്ടിയപ്പോൾ When he struck the Jordan, ആ യോർദാൻ വീണ്ടും രണ്ടായി പിരിഞ്ഞു. that Jordan again parted. ആമേൻ. തിരിച്ച് ആ വഴിയുടെ എലീശയെ ദൈവം തിരിച്ചു കൊണ്ടു. And Elisha came back that same way. ഇന്ന് രാത്രിയിലും Even tonight, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ while you're hearing me, ശൂന്യത മണ്ഡലത്തിലാണെങ്കിൽ even if you're in an emptiness, going through an emptiness, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവം. God is able to work wonders in your ഒരു spirit. പത്രോസിന്റെ പടകിലായി യേശു നിറച്ചു. God worked a miracle in Peter's boat. അത് കണ്ട് ആ പടകിന്റെ ആ അകത്ത് കിടന്ന് പിടയുന്ന മത്സ്യങ്ങളെ കണ്ടിട്ട് Seeing the fish that were inside his net, ചുറ്റുമുള്ള മുക്കുവന്മാർ മുഴുവൻ ഭയപ്പെട്ടു പോയി. all the fishermen who were around, they were afraid. അവൻ അങ്ങനെ ഒരു മീൻപിടുത്തം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. They had never seen such a big catch. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പത്രോസ് തന്നെ രാത്രി മുഴുവൻ കിടന്ന് ശ്രമിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. Whole night Peter toiled and he must have prayed. ആമേൻ. അന്ന് ഒറ്റ വചനത്തിന് മുമ്പിൽ ആ വചനം കേട്ടുകൊണ്ടിരുന്ന പത്രോസ് തന്റെ ഹൃദയത്തെ യേശുവിന് സമർപ്പിച്ചപ്പോൾ When Peter heard the words of Jesus, he had surrendered his heart to God. പത്രോസ് യേശുവിന് മുമ്പിൽ കീഴടങ്ങി. And Peter surrendered himself to God. ആരുടെ മുമ്പിൽ കീഴടങ്ങാത്ത പത്രോസ് Peter never surrenders to anyone. ദൈവവചനത്തിന് മുമ്പിൽ കീഴടങ്ങി. But before the word he surrendered. നിന്റെ വാക്കിന് മുമ്പിൽ ഞാൻ വലയിറക്കുകയാണ്. He said, "At your word I will let down my." ആ വല പൊക്കിയെടുത്തപ്പോൾ And when he took up his net again, ഇന്നുവരെ കാണാത്ത ഒരു വലിയ മത്സ്യത്തിന്റെ കൂട്ടത്തെ പത്രോസിന്റെ കരങ്ങളിൽ ദൈവം കൊടുത്തു. caught a great multitude of fish. അത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, When he saw that, he said, യേശുവേ, Jesus, നീ പരിശുദ്ധനാണ്, you are holy. ഞാൻ പാപിയായ മനുഷ്യനാണ്. I am a sinful man. ഹല്ലേലൂയ. എന്റെ പരിശുദ്ധിയെ കർത്താവ് തിരിച്ചറിഞ്ഞു. He understood the holiness of God. കർത്താവിന്റെ ഒറ്റ വാക്കിന് മുമ്പിൽ At one word from Jesus' mouth. അത്ഭുതം നടന്നതിന്റെ കാരണം The reason why miracle took place, യേശു പരിശുദ്ധനായതുകൊണ്ടാണ്. because he was holy God. യേശു വിശുദ്ധനായതുകൊണ്ടാണ്. Because he is holy. ഹല്ലേലൂയ. പറഞ്ഞ ആ കാര്യം നടന്നിരിക്കും. If he says something, it will happen. ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ്. Can we surrender ourselves to the Lord? കർത്താവ് എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഹൃദയത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ജസ്റ്റ് ഗിവ് ഓഫ് യുവർ ഹാർട്ട് ടു യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഒരു യേശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവേ, ലോർഡ്, ഐ വാണ്ട് എ മിറക്കിൾ, ഐ വാണ്ട് സം വേസ് ടു ഓപ്പൺ. ചില വഴികൾ എനിക്ക് തുറക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇഫ് യു ആർ ഹിയറിംഗ് ഇറ്റ്, ഇഫ് യു വാണ്ട് ടു ഗോ ഓൺ യുവർ നീസ്, യു ക്യാൻ ഗോ ഓൺ യുവർ നീസ്. ആസ്ക് ദ ലോർഡ് ടുഡേ, ലോർഡ്, ഐ വാണ്ട് എ മിറക്കിൾ ഇൻ മൈ ലൈഫ്. I don't know what is the reason, but some doors are not opening, some ways are not opening, ചില വഴികൾ എനിക്ക് വേണ്ടി തുറക്കുന്നില്ല. കർത്താവേ, സ്തോത്രം, I am opening my heart for you. Lord, sanctify. എൻ്റെ കൈകൊണ്ടല്ല. The Old Testament, it was through the works. കർത്താവിന്റെ പ്രവൃത്തി കൊണ്ടായിരുന്നു. But in the New Testament, യേശുവിന്റെ സമർപ്പണം. Jesus, the name of Jesus. യേശു എന്നുള്ള അവിടെ പറഞ്ഞത് യേശു. ആമേൻ. ആ യേശുവിന്റെ അർത്ഥം തന്നെ അവൻ പാപങ്ങളെ മോചിക്കുന്നു എന്നുള്ളതാണ് യേശുവിന്റെ അർത്ഥം. സ്തോത്രം. He will save his people from sins. This is the name of Jesus. യേശുവിന്റെ അർത്ഥം തന്നെ അതാണ്. ഈ ലോകത്തെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടി വരുമ്പോഴാണെങ്കിൽ യേശു മാത്രമേ, അങ്ങനെ പറഞ്ഞ ആരും ഭൂലോകത്ത് ജനിച്ചിട്ടില്ല. He can forgive us all our sins. എന്നെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഇറ്റ്സ് ദാറ്റ് ബ്ലഡ്. ഓപ്പൺ യുവർ ഹാർട്ട്. നമുക്കൊന്ന് കഥാരങ്ങളിലേക്ക് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു നിമിഷം നമുക്ക് കഥാരങ്ങളിലേക്ക് കഥാരി. I want a miracle. I want your ways to open. എനിക്ക് I want to see your promises in my life. I want to be a witness for you.
പാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ ഒന്ന് സമർപ്പിക്കാം. Open your heart to the Lord.